വിഷയം അവസാനിപ്പിക്കാൻ, അത് നല്ല രീതിയിൽ തീർക്കാൻ KCക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ആഗ്രഹമില്ലാത്ത ചിലരുണ്ട് എന്ന് VD സതീശനെതിരെ തുറന്നടിക്കുന്ന അൻവറിനെയാണ് നമ്മളിപ്പോൾ കാണുന്നത്. UDF-നുള്ളിൽ ഇപ്പോൾ നടക്കുന്ന ചർച്ചകൾ എന്താണ്? എന്തെങ്കിലും സാധ്യതകളുണ്ടോ അൻവറിനെ സഹകരിപ്പിക്കാൻ? സുജയ പാർവതി, പ്രധാനപ്പെട്ട UDF നേതാക്കളൊക്കെ അല്പസമയത്തിനകം തന്നെ നിലമ്പൂർ മണ്ഡലത്തിലെത്തും. കാരണം പഞ്ചായത്ത് തല കൺവെൻഷനുകൾ നടക്കുന്നുണ്ട്. മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഏതാണ്ട് 5 മണിയോടെ എത്തും. പ്രതിപക്ഷ നേതാവ് VD സതീശൻ മണ്ഡലത്തിലുണ്ട്. ഒപ്പം അടൂർ പ്രകാശ്, അതിനു പുറമെ PK കുഞ്ഞാലിക്കുട്ടിയും PMA സലാമും സണ്ണി ജോസഫ് അടക്കമുള്ള എല്ലാ നേതാക്കളും, പ്രധാന നേതാക്കളും എത്തും. ഈ കൺവെൻഷനുകൾക്ക് ശേഷം UDF-ന്റെ ഒരു നേതൃയോഗം, അനൌദ്യോഗികമാണ്, നേതൃയോഗം ചേരുന്നുണ്ട്. ആ യോഗത്തിൽ പ്രധാനപ്പെട്ട ചില ആലോചനകൾ നടക്കുന്നുണ്ട്. ഇതിൽ പ്രധാനമായും ചർച്ചയാകുന്നത് PV അൻവറിന്റെ വിഷയം തന്നെയാണ്. അൻവറിന്റെ വിഷയം രമ്യമായി പരിഹരിക്കണമെന്ന നിർദ്ദേശം KC വേണുഗോപാൽ തന്നെ സംസ്ഥാന നേതൃത്വത്തിന് നൽകിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും പ്രതിപക്ഷ നേതാവ് VD സതീശൻ അടക്കം ഈ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനവുമായി മുന്നോട്ട് പോവുകയാണ്. അൻവർ പറഞ്ഞ കാര്യങ്ങൾ പരസ്യമായി തിരുത്തട്ടെ എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. പ്രത്യേകിച്ച് സ്ഥാനാർത്ഥി ആര്യടൻ ഷൗക്കത്തിനെതിരെ പറഞ്ഞ കാര്യം, പിന്നീട് പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ ഉയർത്തിയ വിമർശനം, ഇതൊക്കെ പിൻവലിച്ച് UDF-ന് നിരുപാധിക പിന്തുണ നൽകുകയാണെങ്കിൽ അപ്പോൾ ആലോചിക്കാം എന്ന നിലപാട് UDF ചെയർമാൻ കൂടിയായ പ്രതിപക്ഷ നേതാവ് VD സതീശൻ എടുക്കുന്നു. പക്ഷേ മറ്റു നേതാക്കൾ, അത് KC അടക്കം നിർദ്ദേശിച്ച് ചില നേതാക്കളുടെ നേതൃത്വത്തിൽ അനുരഞ്ജന നീക്കങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. മുസ്ലിം ലീഗും കടുത്ത നിലപാട് തന്നെയാണ്. ഈ പ്രശ്നം പരിഹരിക്കണമെന്ന നിലപാടാണ്. കാരണം നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് അത് തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സെമി ഫൈനലാണെന്ന കൃത്യമായ ബോധ്യത്തോടെയാണ് ഘടകകക്ഷികൾ ഒന്നാകെ PV അൻവറിനെ ഒപ്പം ചേർക്കണം. നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ വൻ ഭൂരിപക്ഷത്തോടെ വിജയിച്ചാൽ അത് മറ്റ് 2 തെരഞ്ഞെടുപ്പിലും ഊർജ്ജത്തോടെ പൊരുതാനുള്ള ഒരു കരുത്താകും എന്ന വിലയിരുത്തൽ എല്ലാ ഘടകകക്ഷികൾക്കും പ്രധാനപ്പെട്ട നേതാക്കൾക്കൊക്കെയുണ്ട്. പക്ഷേ നിലവിൽ ഈ കാര്യത്തിൽ PV അൻവറും VD സതീശനും തമ്മിലുള്ള ഒരു തർക്കത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയതോടെയാണ് ചർച്ചകളൊക്കെ പ്രതിസന്ധിയിലായത്. എന്നാൽ പോലും പല കോണുകളിൽ നിന്നായി അനുരഞ്ജന നീക്കങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോഴും അനുനയ നീക്കങ്ങൾ പൂർണ്ണമായും അവസാനിപ്പിച്ചിട്ടില്ല. കാരണം KC വേണുഗോപാൽ അങ്ങനെ ഒരു നിർദ്ദേശം കോൺഗ്രസ് നേതൃത്വത്തിന് നൽകിയിട്ടുണ്ട്. സണ്ണി ജോസഫിനെയും VD സതീശനെയും ഒക്കെ KC വേണുഗോപാൽ ബന്ധപ്പെട്ടിരുന്നു. പ്രശ്നങ്ങൾ പെട്ടെന്ന് പരിഹരിക്കണം, എന്നിട്ട് ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തേക്ക് എല്ലാവരും ഇറങ്ങണമെന്ന നിർദ്ദേശമാണ് നൽകിയത്. ഏതായാലും അല്പസമയത്തിനകം തന്നെ UDF-ന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകൾ തുടങ്ങും. അതിനിടയിൽ ഒരുപക്ഷെ നേതാക്കളുടെയൊക്കെ പ്രതികരണം വരാനുള്ള സാധ്യതയുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകളൊക്കെ കഴിഞ്ഞ് വൈകിട്ട് 6 മണിക്ക് ശേഷം ഏതാണ്ട് 7 മണിയോടെ ആയിരിക്കും നേതാക്കൾ ഇന്ന് കൂടിയാലോചനകൾക്കായി ഒരുമിച്ചിരിക്കുക. ആ കൂടിയാലോചനയിലെ ചർച്ച ഇത് മാത്രമായിരിക്കും. PV അൻവറിന്റെ വിഷയം മാത്രമായിരിക്കും. PV അൻവറുമായുള്ള നേരിട്ടുള്ള കൂടിക്കാഴ്ചയടക്കം കോൺഗ്രസ് നേതാക്കൾ ലക്ഷ്യപ്പെടുന്നുണ്ട്. കഴിഞ്ഞ ദിവസം രമേശ് ചെന്നിത്തല ഇവിടെ എത്തുമ്പോൾ, നേരെ നിലമ്പൂരിലെത്തുമ്പോൾ കാണാമെന്ന ഉറപ്പ് PV അൻവർ നൽകിയതാണ്. പക്ഷേ പിന്നീട് കാര്യങ്ങൾ മാറി മറയുകയായിരുന്നു. ഏതായാലും ഇനി എന്ത് നീക്കമാണ് UDF നടത്തുക എന്നതാണ്. കാരണം നിലപാട് പരസ്യമായി പറഞ്ഞു കഴിഞ്ഞു. പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ ആഞ്ഞടിക്കുകയാണ് PV അൻവർ. അതുകൊണ്ട് തന്നെ ഇനി UDF-ന്റെ നിലപാട്, കോൺഗ്രസിന്റെ നിലപാട് എന്തായിരിക്കുമെന്നത് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. സുനിയ.